Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marion Hospital, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോകത്ത് ഇപ്പോൾ എൻ്റെ ഒരു നിഗമനം വെച്ചിട്ട് ഒരു 80% ആളുകൾക്ക് ഉള്ള ഒരു പ്രശ്നമാണ് ഈ ഗ്യാസിന്റെ പ്രശ്നം. എന്ന് വെച്ചാൽ ആരോട് ചോദിച്ചാലും ഇപ്പൊ ഇവിടെ ഒരു ദിവസം 200 പേരാ വരുന്നതെങ്കിൽ ഇതിനകത്തൊരു 180 പേരുടെ പ്രശ്നവും ഗ്യാസ് തന്നെയാണ്. ഗ്യാസ് പ്രശ്നമല്ല, പക്ഷെ അവർ വരുന്ന പല പല കാര്യങ്ങളിൽ നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു കോമൺ ചോദ്യമുണ്ട്: ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ, ഗ്യാസിന്റെ പ്രശ്നമുണ്ടോ? അതിനകത്ത് ഇപ്പൊ 180 പേര്, ഒരു 80% പേരുടെ പ്രശ്നം ഇത് തന്നെയാണെങ്കിൽ അതിനകത്ത് ഒരു 40% ആളുകളുടെ പ്രശ്നം അത് മാത്രമാണ്. എന്ന് വെച്ചാൽ മൊത്തത്തോടെ എന്ന് പറയുമ്പോൾ മറ്റു ആരോഗ്യ പ്രശ്നങ്ങളുടെ കൂടെയാണ് ഇതുള്ളത്. ഒരു 40% ആളുകളുടെ പ്രശ്നം ഇത് മാത്രമാണ്. അതിനകത്ത് ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ്: ഡോക്ടറെ, പണ്ടൊക്കെ എനിക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടെന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും ഞാൻ എനിക്ക് ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു, കുറച്ചൊക്കെ ഞാൻ കഴിക്കായിരുന്നു. ഇപ്പം വെള്ളം കുടിച്ചാൽ എനിക്ക് ഗ്യാസാണ്. ഒരു വെള്ളം പോലും ദഹിക്കാത്ത ഒരു അവസ്ഥയാണ്. എനിക്ക് മലബന്ധ പ്രശ്നങ്ങൾ തുടങ്ങും. ഈ ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള വിമിഷ്ടങ്ങളെല്ലാം തുടങ്ങും. ഫുഡ് കഴിക്കുന്നതിന് മുമ്പും പ്രശ്നമാണ്, ഫുഡ് കഴിച്ചതിന് ശേഷം പ്രശ്നമാണ്. എന്തെടുത്താലും ഗ്യാസിന്റെ പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. ചില ആളുകൾ എന്ന് പറയുന്നത് നമുക്ക് പല ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്നില്ല. ചിലർ പറയാറുണ്ട്, എനിക്ക് ചെറുപയർ കഴിച്ച പ്രശ്നമാണ്, വൻപയർ കഴിച്ച പ്രശ്നമാണ്, ഉരുളക്കിഴങ്ങ് കഴിച്ച പ്രശ്നമാണ്, മുട്ട കഴിച്ച പ്രശ്നമാണ്, ചിക്കൻ കഴിച്ച പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഭൂരിഭാഗ സാധനങ്ങളിലും എടുത്തു നോക്കി കഴിഞ്ഞാൽ ഭൂരിഭാഗ കാര്യങ്ങളും പലർക്കും പറ്റത്തില്ല. ആഗ്രഹമുണ്ട്, ഒരു എന്താ പറയാ, ഒരു ബീഫ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം മൊത്തം ചൊറിയുകയും ഗ്യാസിന്റെ പ്രശ്നം നടക്കുകയും മലബന്ധം ഉണ്ടാകുകയും ചെയ്യുന്നതുകൊണ്ട് അത് ചെയ്യത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ചിലർക്ക് പച്ചക്കറികൾ കഴിച്ച പ്രശ്നമാണ്. ചിലർക്ക് ഇറച്ചി, മീനും മുട്ടയും അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. ഇതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും സാലഡുകളായിട്ടോ പച്ചക്കറികളായിട്ടോ കയറി കഴിഞ്ഞാൽ അന്നേരം പ്രശ്നമാണ്. അപ്പൊ ചിലർ പറയാറുണ്ട്, ഡോക്ടർ പൊതുവെ പറയാറില്ലേ ഈ പഴങ്ങളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് മലബന്ധത്തിന്. ഞാൻ എത്ര പഴം കഴിച്ചാലും എന്റെ മോഷൻ ക്ലിയർ ആവില്ല. അപ്പം അവർ തന്നെ പറയണ്ട. അപ്പൊ ഡോക്ടർ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫാറ്റ് കഴിച്ചാൽ മോഷൻ ക്ലിയർ ആകും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെണ്ണയും നെയ്യും, അതേപോലെ തന്നെ ഞാൻ പന്നിയിറച്ചി കഴിച്ചു, പിന്നെ അവക്കാഡോ കഴിച്ചു. ഇപ്പൊ എന്റെ മോഷൻ നല്ല ക്ലിയർ ആണ്. അതായത് ഒരാൾക്ക് പറയുന്നത് മറ്റുള്ള ആൾക്ക് പറ്റത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം കേൾക്കുന്നത് കൊണ്ട് ശരി, ഇനി നാളെ തൊട്ട് ഞാൻ പ്രോബയോട്ടിക് കഴിക്കാം, നാളെ തൊട്ട് ഞാൻ ഫാറ്റ് കഴിക്കാം, നാളെ തൊട്ട് ഞാൻ പഴം കഴിക്കാം എന്ന് പറഞ്ഞാലൊന്നും ഈ പ്രശ്നങ്ങൾ ക്ലിയർ ആകുന്നതല്ല. ചിലർക്ക് ചിലത് കേൾക്കും. കാരണം ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങൾക്ക് പല പല കാരണങ്ങളാണ്. ഒന്ന്, ലിവർ നന്നായിട്ട് പ്രവർത്തിച്ചില്ലെന്നുണ്ടെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകും. അതായത് ബൈൽ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്, അത് ലിവറിലാണ് ഉള്ളത്. ഈ ഒരു ബൈലാണ് നമ്മുടെ ദഹനത്തിനെ ഹെൽപ്പ് ചെയ്യുന്നത്, ഫാറ്റിനെ ക്ലിയർ ആക്കുന്നത്. ഒത്തിരി ഫങ്ഷൻസ് ഈ ബൈല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പം നമുക്ക് ഫാറ്റ് ലിവർ റിലേറ്റഡ് പ്രശ്നവും ഗോൾ ബ്ലാഡർ സ്റ്റോണും കാര്യങ്ങളൊക്കെ വരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒരു കോമൺ കാര്യമാണ് ബ്ലോട്ടിങ്. അപ്പൊ നമ്മൾ ഈ ഗ്യാസിന് മാത്രം മരുന്ന് കഴിച്ചാൽ പോരാ, ഇതിന്റെ കാരണമായിരിക്കുന്ന ലിവറിനെയും കൂടെ പ്രവർത്തിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ തൈറോയ്ഡ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഗ്യാസിന്റെ പ്രശ്നം ഉറപ്പായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അവർക്ക് എപ്പോഴും വയറിന് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റത്തില്ല, കഴിച്ചാൽ പ്രശ്നമാണ്, ആഗ്രഹം ഉണ്ടെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. എപ്പോഴും നമ്മൾ പല സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോവാണ്. കാരണം അവിടെ പോയിട്ട് ഈ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ തൈറോയ്ഡ് കണ്ടീഷനും ദഹനവും ബ്ലോട്ടിങ്ങുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇൻ ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ചാൽ കുടലിനകത്ത് നല്ല ബാക്ടീരിയകൾ ഇല്ല. അപ്പോൾ എങ്ങനെയാണ്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ തവണ ഒരാൾ വന്നു, അവർ പറയണത് ഈ പറയുന്ന പ്രോബയോട്ടിക് പ്രീബയോട്ടിക് കാര്യങ്ങള് മരുന്നുകളെല്ലാം കഴിച്ച് എന്റെ മൊത്തം ക്ലിയർ ആയതാ. ഒരു അല്ലെങ്കിൽ എപ്പോഴും എന്റെ തലവേദനയായിരുന്നു. അവർ വന്നത് സത്യം പറഞ്ഞ മൈഗ്രെയിൻ തലവേദനയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളിങ്ങനെ വയറിന്റെ കാര്യം ചോദിച്ചപ്പോൾ വയറിന്റെ കാര്യമുണ്ട്. കാരണം എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, മൈഗ്രെയിൻ തലവേദനയുടെ 90% കാരണവും വയറ് തന്നെയാണ്. വയറിന് പ്രശ്നമുണ്ടോ, മൈഗ്രെയിൻ ഉറപ്പായിട്ടും കാണും. അപ്പം വയറിന് പ്രശ്നം ക്ലിയർ ആക്കിയപ്പോഴത്തേനും ആ വ്യക്തിയുടെ മൈഗ്രെയിൻ മാറിയായിരുന്നു. ഒരു കൊല്ലത്തോളം ഒരു കുഴപ്പമില്ലായിരുന്നു. അവസാനം ഒരു പനി വന്നപ്പോഴത്തേനും കഫക്കെട്ടും പ്രശ്നങ്ങളും എല്ലാം തുടങ്ങപ്പോൾ ആന്റിബയോട്ടിക് എടുത്തു. ഈ പറയുന്ന പഴയ പ്രശ്നം വീണ്ടും അതേപോലെ റിപ്പീറ്റ് ആയിട്ട് വന്നു. അതായത് ഒരു കൊല്ലം മൊത്തത്തോടെ ക്ലിയർ ആയ ഒരു കാര്യം പിന്നെയും വരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ആന്റിബയോട്ടിക് ആണ്. അപ്പൊ ആന്റിബയോട്ടിക് എടുത്തേ പറ്റി, വേറെ നിവൃത്തിയില്ല. കാരണം പനി സിവിയർ ആയി, അതേപോലെ കഫക്കെട്ടും പ്രശ്നങ്ങളും പോയിട്ട് അത് ന്യൂമോണിയയിലേക്ക് പോകുന്നതിന് പകരം ഇത് എടുക്കുന്നതാണ് തന്നെ നല്ലത്. പക്ഷേ അത് നിവൃത്തികേട് കൂടെ എടുത്തതാണ്. പക്ഷെ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ എല്ലാം ആന്റിബയോട്ടിക്സ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ കണ്ടായിരുന്നു, ഒരു ഫംഗ്ഷന് പോയതാണ്. ഒരു 2 വയസ്സുള്ള കുഞ്ഞ്
ചെറുതായിട്ട് തുമ്മലും കുറച്ച് മൂക്കൊലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും വേറൊരാൾ പറയുന്നു, അയ്യോ പെട്ടെന്ന് കൊണ്ടായിട്ട് ആന്റിബയോട്ടിക് എടുക്ക് എന്ന രീതി പറയുന്നു. അതായത് ഒരു 2-3 വയസ്സ് വരെ ഇതേപോലത്തെ അലർജിയും പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കാണും. അത് സിവിയർ ആണെങ്കിൽ മാത്രമേ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമുള്ളൂ. എന്തെങ്കിലും വരാൻ തുടങ്ങുമ്പോൾ തന്നെ പോയിട്ട് ആന്റിബയോട്ടിക് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഗട്ട് ബാക്ടീരിയകൾ ഡാമേജ് ഉണ്ടാക്കും. സോ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ് ആന്റിബയോട്ടിക്. അത് അന്നേരം മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. എല്ലാത്തിനും പോയിട്ട് ആന്റിബയോട്ടിക് എടുക്കുന്ന രീതി നല്ലതല്ല. കാരണം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ വയറ് എന്ന് പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യത്തില്ല. എന്ത് കഴിച്ചാലും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ട് തുടങ്ങും. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാകാനായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹോർമോണൽ വേരിയേഷൻ. സാധാരണ ഈ പ്രഗ്നൻസി സമയങ്ങളിൽ, പീരിയഡ്സിന്റെ സമയങ്ങളിൽ ഇതൊക്കെ എന്ന് പറയുന്നത് വീണ്ടും ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ട്. അതായത് നമ്മൾ പർട്ടിക്കുലർ ആ ഭാഗത്ത് ഒരു പ്രശ്നവുമില്ല, വേറെ അവയവങ്ങൾക്കും പ്രശ്നമില്ല, പക്ഷെ ഹോർമോൺ വേരിയേഷൻ വരുന്നതനുസരിച്ച് ഈ പറയുന്ന ബ്ലോട്ടിംഗ് പ്രശ്നങ്ങൾ ഉണ്ടാവും. ചില കാര്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് എന്താ, അസിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. സത്യം പറഞ്ഞാൽ അസിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന എല്ലാവരും ഉദ്ദേശിക്കുന്ന ഹൈപ്പർ അസിഡിറ്റി ആണ്. അതായത് ആസിഡ് പ്രൊഡക്ഷൻ കൂടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്ന അസിഡിറ്റി റിലേറ്റഡ് പ്രശ്നങ്ങളാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഹൈപ്പർ അസിഡിറ്റി അല്ല ഉള്ളത്, ഹൈപ്പോ അസിഡിറ്റി ആണ്. എന്ന് വെച്ചാൽ ആസിഡ് പ്രൊഡക്ഷൻ കുറവാ. ആ ആസിഡ് പ്രൊഡക്ഷൻ കുറവുള്ളവർക്കാണ് ഈ പറയുന്ന പ്രോട്ടീൻ കഴിച്ചാൽ ദഹിക്കാതെ വരുന്നത്. എന്ന് വെച്ചാൽ മുട്ട കഴിച്ചാൽ ഗ്യാസ് നിറയും, ഇറച്ചി കഴിച്ചാൽ ഗ്യാസ് നിറയും, പയറുപരിപ്പ് കഴിച്ചാൽ ഗ്യാസ് നിറയും. ഇതെല്ലാവർക്കും ഗ്യാസ് നിറയുന്ന പ്രശ്നങ്ങളെ ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു. അപ്പൊ ഇതിന്റെ പ്രൊഡക്ഷൻ നമ്മൾ നോർമൽ ആക്കി കൊണ്ടുപോകും. അതിനാണ് നമ്മൾ ആപ്പിൾ സിഡർ വിനെഗറും അതേപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടിക്കൊണ്ടുവരുന്നതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഭൂരിഭാഗം കാര്യങ്ങൾ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ആസിഡ് പ്രൊഡക്ഷൻ കുറഞ്ഞു. ഇനി ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അവർക്കാണ് ഈ പുളിച്ച് തികട്ടി വരുന്നത്, തൊണ്ടയിൽ ഇറിറ്റേഷൻ ഉണ്ടാകുന്നത്. ഈ മുകളിലോട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവനും ഹൈപ്പർ അസിഡിറ്റി റിലേറ്റഡ് ആണ്. ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ വയറും താഴോട്ടുള്ള പ്രശ്നങ്ങളിലാണ് ഹൈപ്പോ അസിഡിറ്റി വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗ്യാസ് വന്നു എന്ന ഉടനെ ഗ്യാസ് കുറയ്ക്കാനായിട്ട് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, ഇതാണ് ശ്രദ്ധിക്കുന്നത്. രണ്ടാമത് ട്രീറ്റഡ് ചാർക്കോൾ എന്ന് പറയും. അത് നമ്മുടെ സാധാരണ സപ്ലിമെന്റ് രീതിയിലും കിട്ടും, മെഡിസിൻസ് രീതിയിൽ കിട്ടും. അതായത് കരി തന്നെയാണ്. ഈ എന്തെങ്കിലും പോയിസണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ബാഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ആവും. അതിന്റെ ഭാഗമായിട്ട് സിവിയർ വയറുവേദനയും ബ്ലോട്ടിങ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങും. അപ്പൊ ഈ ട്രീറ്റഡ് ചാർക്കോൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക്, അതായത് വെറുതെ ഒരു കരി വാരി തിന്നുമല്ല, അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്ന രീതി. പണ്ടൊക്കെ എന്ന് പറയുന്നത് ഇതൊരു ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന, അത് പ്രോപ്പർ നമ്മൾ ഈ സാധാരണ രീതിയിലുള്ള വിറകൊക്കെ കത്തിച്ച് അതിന്റെ കരി എടുത്ത് വെച്ച് കഴിക്കുന്നത് തന്നെ ചേഞ്ചസ് വരുന്നതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ആ ഒരു കാര്യമൊന്നും പറയാനോ ചെയ്യാനോ പറ്റത്തില്ല. കാരണം ഇത് എത്രത്തോളം നല്ലതാണ് മോശമാണ് എന്നുള്ളതും ഇല്ല. പക്ഷെ ട്രീറ്റഡ് ആയിട്ടുള്ള ചാർക്കോൾ എന്ന് പറയുന്നത് ടാബ്ലറ്റ് ഫോമിൽ, പൗഡർ ഫോമിലൊക്കെ വരുന്നത് കൊണ്ട് അത് സയന്റിഫിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് അത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴും ഇതൊരു ഡോക്ടറുടെ സജഷനോട് കൂടി, ഡയറക്ഷനോട് കൂടി ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. സ്വന്തമായിട്ട് ചെയ്യുന്നത് നല്ലതല്ല. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചില ആളുകൾക്ക് ഈ ഫൈബർ കഴിച്ച പ്രശ്നമാണ്. ഫൈബർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറയുന്ന വെജിറ്റബിൾസ്, സാലഡുകൾ, ഇതെല്ലാം ഫൈബേഴ്സ് ആണ്. ഈ ഫൈബേഴ്സ് കുടലിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നമ്മളിപ്പോൾ ഡയറ്റ് മാറ്റി കൊടുക്കുന്ന സമയത്ത് പലർക്കും ചിലത് കഴിക്കുമ്പോൾ കുഴപ്പമുണ്ട്, ചിലത് കഴിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന രീതിയുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണ് അവർ ഏത് ടൈപ്പാണ് അവരുടെ കുടലിലെ കണ്ടീഷൻ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടാണ് ഫർദർ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുന്നത്. അല്ലാതെ നമ്മൾ എല്ലാവർക്കും വേണ്ട പഴം കഴിച്ചാൽ മതി മോശം ക്ലിയർ ആകും എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആവില്ല. അപ്പൊ അത് നമ്മൾ അറിയേണ്ടത് ഏത് ബാക്ടീരിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. കുടലിനകത്ത് നല്ല ബാക്ടീരിയകൾ ഉണ്ടോ, അത് വൻകുടലിലാണോ ചെറുകുടലിലാണോ പ്രശ്നം ഉണ്ടാകുന്നത്. അതിനകത്ത് ചെറുകുടൽ പ്രശ്നം ഉണ്ടാകുന്നതിന് വേറെ രീതിയിൽ ട്രീറ്റ്മെന്റ്, വൻകുടൽ പ്രശ്നം ഉണ്ടാകുന്നതിന് വേറെ രീതിയിൽ ട്രീറ്റ്മെന്റ് ആണ് നമ്മളിത് ചെയ്യേണ്ടത്. ലിവറും പാൻക്രിയാസും റിലീസ് ചെയ്യേണ്ട ദഹനരസങ്ങളുണ്ട്, അതിനാണ് ഡൈജസ്റ്റ് എൻസൈം എന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് റിലീസ് ചെയ്തില്ലെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകും. അതായത് നമ്മൾ കഴിക്കും, ചിലർ പറയുന്നത് എനിക്ക് കാണുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് കഴിക്കാൻ തോന്നും, ഒരു 2 വാ കഴിക്കുമ്പോഴത്തേനും ഫുൾ, ഇനിയിപ്പോ വേണ്ട. നമ്മൾ ആഗ്രഹത്തോടെ നമ്മൾ പ്ലേറ്റിലേക്ക് വാരി വാരി ഇടുകയാണ്, പക്ഷെ 2 വാ കഴിക്കുമ്പോഴത്തേനും അതായത് ഇതൊക്കെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പണിയെടുക്കാൻ അവിടെ ആളില്ല, പണിയെടുക്കാനുള്ള സാഹചര്യങ്ങളില്ല. അത് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അങ്ങനെയുള്ള ആളുകൾ നോക്കിയാൽ ഈ വയറിന് പ്രശ്നമുള്ള ആളുകൾ എപ്പോഴും ഒരു 80%, എല്ലാവരുടെ അല്ല 80% ആളുകളുടെയും അവര് വണ്ണം കുറഞ്ഞ് മെലിഞ്ഞു വരും, അവരുടെ മസിൽസ് ഒക്കെ കുറയും, ഫാറ്റ് കുറയും, അവർക്ക് കണ്ണ് കുഴിഞ്ഞു വരും, മുടിയുടെ പ്രശ്നങ്ങൾ തുടങ്ങും, ജോയിന്റ്സിന്റെ പ്രശ്നം, തലവേദന സിവിയർ ആയിരിക്കും, ഉറക്കം ക്ലിയർ ആവത്തില്ല, എപ്പോഴും ക്ഷീണം 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 എന്ന് പറഞ്ഞ തോന്നൽ വരും. ഇതൊക്കെ വരുന്ന വയറിന്റെ പ്രശ്നമാണ്. അപ്പം വെറുതെ ഒരു ഗ്യാസ് എന്ന് പറഞ്ഞ പ്രശ്നമായിട്ട് അത് ഒതുക്കാതെ അത് എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് ഫാറ്റി ലിവർ കണ്ടീഷൻ ആണോ, തൈറോയ്ഡ് കണ്ടീഷൻ ആണോ, ഫൈബർ കൂടിയതിന്റെ പ്രശ്നമാണോ, ഫൈബർ കുറഞ്ഞതിന്റെ പ്രശ്നമാണോ,
അതേപോലെ തന്നെ ഫാറ്റിന്റെ കറക്റ്റായിട്ട് സപ്ലൈ കിട്ടുന്നുണ്ടോ, ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടോ. ഈ ഗോൾ ബ്ലാഡറും ലിവറും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ദഹനവുമായിട്ട് ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ ചില ശരീര പ്രകൃതങ്ങൾക്ക് അലർജീസ് ഉണ്ടാകും. അപ്പം ഒരാൾ പറഞ്ഞു, ഒരാളല്ല ഒത്തിരി പേര് പറഞ്ഞൊരു കാര്യമാണ്, ഡോക്ടറുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഈ പാല് ഗോതമ്പ് ഒന്ന് മാറ്റി വെച്ചപ്പോൾ തന്നെ എന്റെ വയറ്റിലെ ഭൂരിഭാഗം പ്രശ്നം ക്ലിയർ ആയി. എനിക്ക് സ്ഥിരം എല്ലാ ദിവസവും ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ ചപ്പാത്തി നിർത്തി എന്റെ വയറിന്റെ പ്രശ്നം ക്ലിയർ ആയി. ഞാൻ അടുപ്പിച്ച് ചായ കുടിക്കുന്ന, പാലൊഴി ചായ കുടിക്കുന്ന ആളാണ്. മിൽക്ക് ഷേക്കുകൾ കഴിക്കുന്നത്. പാല് നിർത്തിയപ്പോഴത്തേന് എന്റെ പ്രശ്നം മാറി. എന്ന് വെച്ചാൽ എല്ലാവർക്കും പ്രശ്നമല്ല, നമ്മൾ മാറ്റി പിടിച്ച് നോക്കിയെങ്കിലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ ശരീരത്തില് ഈ കുടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലത് അലർജി ആകും. ചിലർക്ക് നേരത്തെ അലർജി കാണും, ചിലർക്ക് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും. ഇത് നമുക്ക് മനസ്സിലാവും. അതെങ്ങനെ മനസ്സിലാവുന്നത്? സിമ്പിൾ ചെയ്ത് നോക്കിയാൽ പോരെ. കുറച്ച് ദിവസത്തേക്ക് പാല് മാറ്റി വെച്ച് നമ്മളൊന്ന് നോക്കുക, ഈ പ്രശ്നം കുറയുന്നുണ്ടോ നോക്കുക. അതിന് ഇനി അതല്ല, പാല് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ശരി, ഗോതമ്പ്, മൈദ, ഓട്സ് സാധനങ്ങൾ, ഇതൊക്കെ ഗ്ലൂട്ടൻ ആണ്, ഇത് മാറ്റി വെച്ചിട്ട് നോക്കുക. എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 60% ആളുകൾക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാറ്റി വെക്കുമ്പോൾ തന്നെ 80% പ്രശ്നവും ക്ലിയർ ആകുന്നതാണ്. അപ്പം നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞിട്ട് വേണം മുന്നോട്ട് എങ്ങനെ പോകണം തീരുമാനിക്കാം. എന്ന് പറഞ്ഞിട്ട് ഈ മാറ്റി വെച്ചുകൊണ്ടിരുന്ന എത്ര നാൾ നമ്മൾ മാറ്റി വെക്കും? ഇതൊന്ന് ശരിയാക്കണമല്ലോ. ശരിയാക്കാനായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ട്രീറ്റഡ് ചാർക്കോൾ നല്ലതാണ്. ഒരു മണിക്കൂർ കൂടുമ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഹൈപ്പർ അസിഡിറ്റി, ഹൈപ്പോ അസിഡിറ്റി കണ്ടീഷൻ, ഹൈപ്പോ അസിഡിറ്റി ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗർ ഒരു അര ടീസ്പൂൺ അര ഗ്ലാസ് വെള്ളത്തിൽ ഭക്ഷണത്തിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് ഒരു തവണ കുടിച്ചു നോക്കുക. ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസം ഉണ്ടെങ്കിൽ അത് ഇനി ഫർദർ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു 1 വീക്ക് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് പ്രൊഡക്ഷൻ ഒക്കെ പ്രോപ്പർ ആകുകയും അതിന്റെ ഭാഗമായിട്ട് പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ ക്ലിയർ ആക്കി കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ഉള്ളത് പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും, അതായത് പുളിയില്ലാത്ത തൈര്, പഴങ്കഞ്ഞി, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഇതുപോലെ ആക്കിയിട്ട് അതിന്റെ കൂടെ കുറച്ച് അധികം എരിവും പുളിയില്ലാത്ത മീനോ അല്ലെങ്കിൽ കറി ചാറ് മുളക് പരിപാടികളൊന്നും അധികം നല്ലതല്ല. അതേപോലെ ഈ തോരന് വെജിറ്റബിൾ ഐറ്റംസ് ഒക്കെ വെച്ചുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന രീതിയാണെങ്കിൽ പ്രോബയോട്ടിക് പ്രീബയോട്ടിക് നല്ലൊരു കോമ്പിനേഷൻ ആണ്. പിന്നെ ഉള്ളത് നമ്മുടെ സ്ട്രെസ് റിലേറ്റഡ് ആണ്. ചിലർ സ്വന്തമായിട്ട് സ്ട്രെസ് അടിക്കുന്ന ആൾക്കാരുണ്ട്, അവരുടെ സ്വഭാവ രീതി അങ്ങനെ ആയിരിക്കും. ചിലത് തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ട് തന്നെ ടെൻഷൻ ലെവലിൽ കൂടുന്നു. അപ്പൊ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനുള്ള വഴികൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ സ്വയം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഉറക്കത്തിന്റെ കാര്യങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന എത്ര വലിയ ശമ്പളം കിട്ടി എന്ന് പറഞ്ഞാലും നമ്മുടെ സാഹചര്യങ്ങൾ, ആ ജോലിയിൽ നമുക്ക് സ്ട്രെസ്, ഓവർ വർക്ക്, ഓവർ സ്ട്രെയിൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കിട്ടുന്ന ഇപ്പൊ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നെങ്കിൽ അതിനകത്ത് ഒരു 5 ലക്ഷം രൂപ വീണ്ടും കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി കളയാമെന്നല്ലാതെ ഒരു മെച്ചവും ഈ പൈസ കൊണ്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ശമ്പളം കൂടുവോ കുറയുമോ എന്നുള്ളതിനെക്കാട്ടിലും നമ്മൾ ജോലി ചെയ്യുന്നത് കൂടുതൽ നാൾ നമ്മൾ ജോലി ചെയ്യേണ്ട ആൾക്കാരാണ്. അത് നമ്മുടെ സാഹചര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ആ സാഹചര്യം ക്ലിയർ ആക്കാനുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. പിന്നെ നൈറ്റ് ഡ്യൂട്ടി വരുന്ന ആളുകളുടെ ശ്രദ്ധിക്കണം. ചില ദിവസം നൈറ്റും ചില ദിവസം മോർണിംഗ് ഒക്കെ ആകുന്ന സമയത്ത്, ഡേ ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് ബോഡിയുടെ എന്താ പറയുക ബയോളജിക്കൽ ക്ലോക്ക് ഒന്ന് മാറിപ്പോവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കുക. അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ക്ലിയർ ആകുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ഷെഡ്യൂളിനകത്ത് നമുക്കൊരു മോഡിഫിക്കേഷൻ വരുത്താതെ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഫുൾ ആയിട്ട് ക്ലിയർ ആക്കാൻ പറ്റത്തില്ല. പിന്നെയുള്ളത് ടീ, കോഫി എന്ന് പറയുന്നത് ഹൈപ്പർ അസിഡിക് കണ്ടീഷന് പ്രശ്നങ്ങൾ കൂട്ടുന്നത് കൊണ്ട് ബിഫോർ ഫുഡോ എംപ്റ്റി സ്റ്റൊമക്കിലോ ടീ, കോഫി കഴിക്കാതെ ഒരു ഫുഡിന്റെ കൂടെയോ ആഫ്റ്റർ ഫുഡോ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ആൽക്കഹോൾ, പുകവലിയും ഹൈ ഡാമേജ് ഉണ്ടാക്കുന്നതാണ് കുടലിന്. അപ്പം അത് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ, അത് എംപ്റ്റി സ്റ്റൊമക്കിൽ ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ ഫുൾ പ്രശ്നമായിരിക്കും. ആഫ്റ്റർ ഫുഡ് നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ, അതായത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ളവരെ എടുക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഇതൊന്ന് ശരിയായതിനു ശേഷം കുറച്ചൊക്കെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരിക്കലും ഇത് നല്ലതല്ല, ഇത് നല്ലതാണെന്നല്ല, നമ്മുടെ ശരീരത്തിന് സൂട്ടാകുമോ ഇല്ലയോ എന്നുള്ളതിലാണ് ഏറ്റവും കാര്യം. പിന്നെയുള്ളത് നമ്മുടെ എംപ്റ്റി സ്റ്റൊമക്കിൽ ഇപ്പം ആഷ് ഗാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ചാരമുള്ള കുമ്പളങ്ങയില് അതൊരു കട്ട് ചെയ്ത് അതിന്റെ ചെറിയ ഉള്ളില് ഈ കുരുകളെല്ലാം മാറ്റിയിട്ട് പുറത്തെ തൊലി മാറ്റിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മിക്സിയിൽ ഇട്ടിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചടിച്ചിട്ട് അതൊരു ജ്യൂസ് പോലെ എംപ്റ്റി സ്റ്റൊമക്ക് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആസിഡ് pH ലെവല് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റി ഉള്ള ആളുകൾക്ക് ഈ നാരങ്ങ വെള്ളം ഒന്നും നല്ലതല്ല. ഹൈപ്പോ അസിഡിറ്റി എന്ന് വെച്ചാൽ ബ്ലോട്ടിംഗ് നടക്കുന്ന ആളുകൾക്ക് മാത്രം നല്ലത്. ഈ നെഞ്ചരിച്ചിൽ പുളിച്ചിട്ടുള്ള ആളുകൾക്ക് ഫ്രഷ് ലൈമോ, നാരങ്ങ ജ്യൂസോ, പൈനാപ്പിൾ ജ്യൂസോ, പുളിയുള്ള ഒരു ജ്യൂസുകളും അവർക്ക് നല്ലതല്ല. ആൽക്കലൈൻ ജ്യൂസുകളാണ് അവർക്ക് നല്ലത്. അപ്പം ആപ്പിൾ സിഡർ വിനെഗറും ഈ പറഞ്ഞ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷൻ ഉള്ളവർക്ക് നല്ലതല്ല. ബ്ലോട്ടിംഗ്, ഞാൻ നേരത്തെ സംസാരിച്ച ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നമുള്ളവർക്ക് മാത്രമാണ്. അത് എടുത്ത് നോക്കിയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എടുക്കരുത്. അല്ലെങ്കിൽ നമുക്ക് ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂ ചെയ്തതിന് വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവത്തില്ല. അപ്പൊ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റിലേക്ക് വരാതെ
നമുക്ക് ഏതെങ്കിലും പ്രശ്നങ്ങൾ കഴിക്കുമ്പോൾ പ്രശ്നമുള്ള കണ്ടീഷൻ, ബുദ്ധിമുട്ടുള്ള ആഹാരവസ്ഥ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. മാറ്റി വെച്ചാൽ തന്നെ ഭൂരിഭാഗം പ്രശ്നങ്ങളും ക്ലിയർ ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.